₹2.70 അന്ന് 1 ലിറ്റർ പാല് സൊസൈറ്റി കൊടുത്താൽ കിട്ടണത്. ₹2.70 അന്ന് പുറത്ത് കൊടുക്കുമ്പോഴാ? അന്ന് പുറത്ത് കൊടുക്കുമ്പോൾ 5 രൂപയാണ്. ആകെ ഞാൻ ഇത് 12 സെന്റ് സ്ഥലത്താണ് ഈ വീടും ഈ തൊഴുത്തും അപ്പുറത്ത് 2 മുറി കടയും ഇതൊക്കെ ഈ 12 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വെള്ള പശുവിന്റെ കിടാവാണ് ഇത്. ഈ കാണുന്ന കുട്ടി ഇത് ആദ്യത്തെ, അത് രണ്ടാമത്തെ, അത് മൂന്നാമത്തെ. ഓ, അപ്പൊ ഇവിടെ തന്നെ എല്ലാ തലമുറയും ആ കാണുന്ന സാധനം ഇങ്ങനെ ഈ തൂക്കിട്ടാണ് അത് ഈ ഓരോന്നിനെ ഓരോ പ്രാവശ്യം കുത്തി വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ 12 സെന്റ് സ്ഥലത്താണ് ഈ തൊഴുത്ത് കടയൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മറ്റേ കാർ വാഷിന്റെ ആ മിഷൻ മേടിച്ചിട്ട്. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് അവറാച്ചൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്ഷീരകർഷകന്റെ അടുത്താട്ടോ. ഇവിടെ 40-ലധികം വർഷമായിട്ട് ഇദ്ദേഹം പശുക്കളെ വളർത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പശു വളർത്തുന്ന പ്രത്യേകത ഇവിടെ ഒരു 7 എണ്ണം ഉണ്ട്. ഇത് വീടിനോട് ചേർന്ന് വെറും 12 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഈ 12 സെന്റ് സ്ഥലത്തിൽ വീടുണ്ട്, കടയുണ്ട്, പിന്നെ 7-8 പശുക്കൾ നിർത്താവുന്ന വലിയൊരു തൊഴുത്തുണ്ട്. അതിലിപ്പോൾ 7 പശുക്കളും 7 കുട്ടികളുമുണ്ട്. 7 കുട്ടികളിൽ കുറച്ച് കുട്ടികൾ ഇവിടെ പാടത്താണ്. പിന്നെ ഈ കാണുന്ന പശു ഉണ്ടോ, ഈ കാണുന്ന ഒരു പശുവിന് പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ഈ ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് ഒരു 10-11 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഇത് 9ാമത്തെ പ്രസവമാണ്. ഇതിന്റെ 4 കുട്ടികളിൽ പെൺകുട്ടികളാണ്. അതിൽ 3 എണ്ണം ഇപ്പൊ കറവയായിട്ടുണ്ട്. 4ാമത്തെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ഒരു പശു വളർത്തൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയ്ക്ക് പോവാം. എന്റെ പേര് അവറാച്ചൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര പശു ഉണ്ട് ചേട്ടാ? എനിക്ക് ഇപ്പൊ 7 പശുണ്ട്, ഒരു 6-7 കിടാക്കളും ഉണ്ട്. അപ്പൊ 7-7 14 എണ്ണം മൊത്തത്തില്. ഇത് 7 എണ്ണം കിടാക്കള് കുത്തിവെക്കാറായിക്കട്ടോ? ഒരെണ്ണത്തിന് കുത്തി വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ചെറുതാണ്, എല്ലാം കുട്ടികളാണ്. ഈ കാണുന്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതാണ്. ഇത് പാലക്കാട് ഒരു പാർട്ടി വന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അല്ലേ. മറ്റത് മാള അന്നയുടെ ഭാഗത്തുനിന്ന് വാങ്ങിച്ചതാ. വെള്ള പശു, വെള്ള പശു. അത് ജേഴ്സി ക്രോസ് ആയിട്ടാണ്. ജേഴ്സി ആണല്ലേ. ഓക്കെ ഓക്കെ. നമുക്കിപ്പോ 7 പശു ഉണ്ട്. 7ഉം കറക്കണ്ടാണോ? അപ്പൊ 5 എണ്ണത്തിന് കറക്കണതാ. 5 എണ്ണം. ഇവ 2 രൂപ ചെന്നൈയില്. അപ്പൊ തൊഴുത്ത് ശരിക്കും അവിടെയാണല്ലേ? തൊഴുത്ത് അവിടെയാണ്, വീടിന്റെ സൈഡിലാണ്. അതാ കാണാണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡ് ഉണ്ട് ചേട്ടാ? ഞാൻ ഒരു ലിറ്റർ പാലിന് ₹2.70 ഉള്ള കാലം ഒരു 40-45 കൊല്ലമായിട്ടുണ്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ₹2.70 അന്ന് 1 ലിറ്റർ പാല് സൊസൈറ്റി കൊടുത്താൽ കിട്ടണത്. ₹2.70 അന്ന് പുറത്ത് കൊടുക്കുമ്പോഴാ? അന്ന് പുറത്ത് കൊടുക്കുമ്പോ 5 രൂപയുണ്ട്. ഇന്നിപ്പോ നമുക്ക് 60 രൂപയുണ്ട്. 60 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കണം. 65-നും 70-നും കൊടുക്കണം. അന്ന് ഒരു ചാക്ക് തീറ്റയ്ക്ക് 400 ചില്ലാൻ്റെ 500 താഴെ വരും. ഒരു 70 കിലോത്തിന്റെ ഒരു ചാക്കിന്. ഇന്ന് 50 കിലോ. ഇന്ന് 50 കിലോ ആണ്. ആ 50 കിലോത്തിന് 1500 ചില്ലാൻ രൂപ വരും. 1500 ചില്ലാൻ. മറ്റേ സുപ്രീം മോഡൽ. ഓക്കെ. ഇതാണ് നമ്മുടെ തൊഴുത്ത് അല്ലേ? ഇതിപ്പോ ഒരു 12-13 കൊല്ലമായിട്ടുള്ളൂ ഈ തൊഴുത്ത് മാറിയിട്ട്. ഈ തൊഴുത്തിലേക്ക് മാറിയിട്ടില്ലേ? അപ്പൊ ആദ്യം ഇതിനു മുമ്പ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന തറവാട്ടിലായിരുന്നു തൊഴുത്തും ഇതൊക്കെ. അപ്പൊ ഇവിടുന്ന് വെളുപ്പിന് അവിടെ പോയി കറന്ന് പാൽ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് വീടിനോട് ചേർന്ന്, അതന്നെ വീടിനോട് ചേർത്ത് തന്നെ. അപ്പൊ എനിക്ക് ഇപ്പൊ നല്ല രീതിയിൽ പണിതില്ലെങ്കിൽ നമുക്കിവിടെ പറ്റൂല. എനിക്ക് അത് ആകെ ഞാൻ ഇത് 12 സെന്റ് സ്ഥലത്താണ് ഈ വീടും ഈ തൊഴുത്തും അപ്പുറത്ത് 2 മുറി കടയും ഇതൊക്കെ ഈ 12 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഇത് ചെയ്യണത്, എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എത്ര പശു നിർത്താം? ഇതിനകത്ത് ഒരു 8 എണ്ണം നിർത്താം. 8 എണ്ണത്തെ നമുക്ക് തിങ്ങിക്കൂടാണ്ട് നിർത്താം. ഈ കാണുന്ന രീതിയിൽ അല്ലേ? പിന്നെ ഇവിടെ നിർത്തിക്കുന്ന പശുക്കളെ ഞാൻ നോക്കിയപ്പോ നാടൻ ക്രോസ്, ജേഴ്സി ക്രോസ് ഒക്കെയാണ്. ജേഴ്സി ക്രോസും അങ്ങനെയൊക്കെയാണ്. ഓക്കെ ഓക്കെ. നമ്മള് ഇവിടെ ഉണ്ടായ കുട്ടികളെ ഏതൊക്കെയാട്ടത്? ആ വെള്ള പശുവിന്റെ കിടാവാണ് ഇത്. ഈ കാണുന്ന കുട്ടി. ഇത് ആദ്യത്തെ, അത് രണ്ടാമത്തെ, അത് മൂന്നാമത്തെ. ഓ, അപ്പൊ ഇവിടെ തന്നെ എല്ലാ തലമുറയും. അതിന് ഒരു 2-3 കാളക്കിടാവ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് അല്ല, ആ വെള്ള പശുവിന്. അതിന് ഈ പശുവിന് ഞാൻ അന്നമ്മനയുടെ മേടിക്കുമ്പോ ഉണ്ടായ കിടാവണത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രസവിച്ച് കിടാവണ്, 2ാമത്തെ കിടാവാണ് ഇത്. അതിന്റെ ഇടയ്ക്ക് ഒരു കാളക്കിടാവ് ഉണ്ടായിരുന്നു. അതിനെ വിറ്റു. പിന്നെ അത് നിർത്തിയിട്ട് നമുക്ക് കാര്യമില്ല. പിന്നെ പശുക്കിടാവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാളക്കിടാവ് ഉണ്ടായിരുന്നു. കാളക്കിടാക്കളൊക്കെ വിൽക്കും, എല്ലാത്തിനും വിൽക്കും. നിർത്തിക്കൊണ്ട് നിൽക്കാൻ സൗകര്യമില്ല. എന്താ ഈ ഒരു 7 പശു എന്നുള്ള കണക്ക്? അല്ല, 7 പശുവിന്റെ കണക്കെന്ന് വെച്ചാൽ ഇപ്പൊ അത്രേ തൊഴുത്തിൽ നിർത്താൻ പറ്റുള്ളൂ. ഈ 7 പശുക്കളും ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യണം? എല്ലാ കാര്യവും ഞാൻ തന്നെ. ഞാനും എന്റെ വൈഫും ചേച്ചിയും കൂടിയാണ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റും അത്യാവശ്യം. ഇതിപ്പം മര്യാദക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ
ഈ 7 പശുവിനെ കൊണ്ട് നടന്ന് അതിന്റെ ഒരു പാലും മറ്റുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മറ്റുള്ളതെന്ന് പറഞ്ഞാൽ പാല് മാത്രമേ കൊടുക്കണുള്ളൂ. ചാണകനോ മറ്റുള്ളതൊന്നും കൊടുക്കാനില്ല. അനിയന്മാർക്ക് കൃഷിയുണ്ട്, അവർ പാട്ടത്തിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ചാണകം കൊണ്ടുപോകും. അപ്പൊ അവര് നമുക്ക് വൈക്കോലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് തരും. വൈക്കോലും ഇവിടെ പെരയുടെ മുകളിലാണ് ഇരിക്കണം. ഇതിന് മേളിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ട്. മുകളിലും സൗകര്യമുണ്ട്. ഇതിന് പുറത്താണ് വെക്കാൻ പറ്റുള്ളൂ. കാണുന്ന സാധനം ഇങ്ങനെ ഈ തൂക്കിട്ടാണ് അത്. ഈ ഓരോന്നിന് ഓരോ പ്രാവശ്യം കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് കറക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അത് എഴുതി വെച്ചാൽ സ്ലേറ്റ് ആണോ? സ്ലേറ്റ് ആണ്. ഓഹോ, അങ്ങനെയല്ലേ. അപ്പൊ ഇതിന്റെ ടാഗ് നമ്പറും അതും വെച്ചിട്ട് അതിന് എഴുതി വെക്കും. ടാഗ് നമ്പർ ചെവിയിലാണ് കമ്മല്. ആ കമ്മലുമുള്ള നമ്പർ എഴുതി വെച്ചിട്ട് ഇത്ര ഡേറ്റിൽ കുത്തി വെച്ചു. അത് ചേട്ടൻ ഇവിടെ കുത്തി വെക്കുമ്പോ എങ്ങനെയുണ്ട്? കൃത്യമായിട്ട് ചെന പിടിക്കുന്നുണ്ടോ? ചെന പിടിക്കാനാണ് പ്രശ്നം. ഇപ്പൊ ഇത് ചെന പിടിച്ചല്ല, അത് ചെന പിടിച്ചിട്ടില്ല. ഇത് പശു ചെറുതാണെങ്കിൽ ഏതാണ്ട് 10 ലിറ്റർ പാല് കിട്ടും. ഈ പശു ആ അറ്റത്ത് കിടന്ന പശുവിന് ഒരു 9 ലിറ്റർ പാല കിട്ടും. 9 കിട്ടും. പശു ചെറുതാണെങ്കിലും ഒരു 9 ലിറ്റർ പാല കിട്ടും. അങ്ങനല്ല. ആ പുള്ളി പശുവിന് 12 ലിറ്റർ പാല് കിട്ടും. ആ പുള്ളി ഇവിടെ ഉണ്ടായതാണോ? പുള്ളി വാങ്ങിച്ചതാണല്ലേ? പുള്ളി ഇതും വാങ്ങിച്ചതാ. ഈ 3 എണ്ണം മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടൻ ഇത്ര ഒരു 45 വർഷമായി വളർത്തണു. നമുക്ക് ഇച്ചിരി പാലുൽപാദനമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പശു, അതിന്റെ ലക്ഷണമൊക്കെ എന്തായിരിക്കും? നമുക്കൊരു പശുവിനെ എടുക്കുമ്പോ നമുക്ക് അറിയാലോ, പശുവിനെ കാണുമ്പോ നമുക്ക് ഏകദേശം ആ ഇനവും അതൊക്കെ നോക്കി കഴിഞ്ഞാൽ, മടിയും ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ കൊമ്പ് വെള്ളയും കുളമ്പ് വെളുത്തതാണെങ്കിൽ ആ പശുവിന് വലിയ ദോഷം വരാൻ വഴിയില്ല. അത്യാവശ്യം പാല് കിട്ടും. ഇപ്പൊ ഈ ആ പശുവിന്റെ കൊമ്പ് വെള്ളയാണ്. കൊമ്പ് വെള്ള ഇതിന്റെ കൊമ്പ് വെള്ളയാണ്. അതിന്റെയും കൊമ്പ് വെള്ളയാണ്. കുളമ്പും അങ്ങനെ തന്നെ വെളുത്ത കുളമ്പാണ്. അതിപ്പോ കുളമ്പ് ഇപ്പൊ ചാണോനൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക്. പിന്നെ വാലിറക്കം, വാലിന്റെ ആ മുടിയുടെ കുത്ത് തൂങ്ങിക്കിടക്കുന്നത്. അതൊക്കെയാണ് നമ്മള് ലക്ഷണം പറയണത്. എന്നിട്ട് ഈ ലക്ഷണങ്ങൾ മൊത്തം ചിലതൊന്നും കിട്ടിയില്ല. ഇതൊക്കെ 1 കൊല്ലം, ഇതൊക്കെ 1.5 കൊല്ലമൊക്കെ ആയതാണ് ഈ 2 എണ്ണം. ചെന പിടിക്കാത്ത അല്ലാതെ വേറെ പ്രശ്നമാണ്. ഒരു 3 മാസം നമ്മള് കറവ വിട്ടു. ചെന 7 മാസമാകുമ്പോഴത്തേക്കും 3.5 മാസം, ഞാൻ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കറവ നിർത്തും. നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ആകുമ്പോൾ നിർത്തോ? 6-6.5 മാസം ആകുമ്പോഴത്തേക്കും നിർത്തും. എന്നാലും പശുവിന്റെ ആരോഗ്യം കൊണ്ട് നോക്കണമല്ലോ. അത് വേണം. അപ്പൊ അത് കാരണം കൊണ്ട് ആ പശുക്കളൊക്കെ ഇപ്പൊ ഒരു 6-6.5 മാസമായി. ഇപ്പൊ 6 മാസം കഴിഞ്ഞപ്പോഴൊക്കെ നിർത്തിയേക്കണതാ. പശുക്കൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. നല്ല പാല് കിട്ടുന്ന പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണ. പിന്നെ കറവ വിട്ട് ചെനയിൽ വരുമ്പോഴാണ് ഇത്തിരി കയറി വരുള്ളൂ. ആ വെള്ളപ്പശുവിന് ഏതാണ്ട് ഒരു 6-7 പ്രസവം ആയിരുന്നു. 7 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. 7 കഴിഞ്ഞു. 8ാമത്തേന് ഇപ്പൊ ചെനയാണ്. എത്ര വരെയൊക്കെ നമുക്ക് നിർത്താൻ ശരിക്കും? ഇപ്പൊ ഒരു 9-10 വരെയും നല്ല ആരോഗ്യത്തിലും കണിയായിട്ട് 9-10 കിട്ടുന്ന കർഷകന് എപ്പോഴും ലാഭമാണ് അല്ലെ? ഇപ്പൊ എനിക്ക് ആ പശു മേടിച്ചിട്ട് ലാഭം തന്നെയാണ്. ഇപ്പൊ അതിൽ നിന്നുണ്ടായ കിടാക്കളാണല്ലോ ഇത്. ഈ കാണുന്ന 3 അല്ല, അപ്പൊ 3 പശുക്കുട്ടീനെ കിട്ടി, അത്യാവശ്യം പാലും കിട്ടി, കൂറ്റൻ കിടാക്കളെയും കിട്ടി. അടിപൊളി. ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ്. അതായത് കുടുംബമായിട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 10 എണ്ണം വളർത്താൻ പറ്റണം. 10 എണ്ണം വളർത്തണം. നമ്മള് സ്വന്തമായിട്ട് പണിയെടുക്കണം. നമ്മള് കൈയും കെട്ടി നിന്ന് കൂളിംഗ് ഗ്ലാസും വാച്ചൊക്കെ വെച്ച് കെട്ടിയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂല. ആ സമയം ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് 3-3.5 4 മാസത്തേക്കാണ് ആ ഇളം കറവയുടെ പാല് കിട്ടുള്ളൂ. അത് അപ്പോഴത്തേക്ക് 3 മാസം കഴിഞ്ഞ് പശു മതിച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദിവസം വെച്ച് പാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് വേറെ അസുഖങ്ങളോ മറ്റുള്ള അകിടുകൾക്കോ വയറിളക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് വെച്ച് പാലും പോകും. പിന്നെ ആ പോയ പാല് പിന്നെ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്. അപ്പൊ വലിയ തക്കക്കേടൊന്നും ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് ചെയ്ത് അതുപോലെ തന്നെ അത്ര കൃത്യമായിട്ട് നമ്മൾ നോക്കി തീറ്റ കൊടുക്കലും മറ്റുള്ളതൊക്കെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും വരും. ഇവിടെ നമുക്ക് വെള്ളം ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഈ 12 സെന്റ് സ്ഥലത്താണ് ഈ തൊഴുത്ത് കടയൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മറ്റേ കാർ വാഷിന്റെ ആ മെഷീൻ മേടിച്ചിട്ട് അതാകുമ്പോ ചെറിയ വെള്ളം മതി. അതുകൊണ്ടാണ് ഒരു 4 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ 6-8 പശുവിനെ കുളിപ്പിക്കാൻ പറ്റും.
അത്രയും വെള്ളം ഇതിനും വരും. ആ സമയം നമ്മളിപ്പോ ഈ ഓസ് വെച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ബക്കറ്റുമ്പോ വെള്ളത്തുമ്പോ തീരൂല. അതിന് എത്ര രൂപയായിട്ട് അതിന്? ഇതിന് 10, 26, 27 ആയില്ലേ? നമ്മൾ ഇത് വെച്ച് കുളിപ്പിക്കുമ്പോ പശുവിന് വേറെ ഒരു വിഷയമില്ല. നമ്മുടെ കൈ മേടിച്ചാലും നമുക്കൊരു വിഷയമില്ല. അതിന്റെ ഫോഴ്സ് ഒന്ന് കുറച്ചിട്ട് കാറൊക്കെ കാർ വാഷിന്റെ കാർ വാഷ് തന്നെ അല്ലേ? ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു 5 പശുവൊക്കെ ഉള്ള ആളുകൾക്ക് ഈ സാധനം ഉപയോഗിക്കാം അല്ലേ? നമുക്കപ്പൊ അത്യാവശ്യം വെള്ളത്തിന്റെ ചെലവൊക്കെ ഇത് കുറയും. ഒരു മാസം 1.5 മാസം ആകുമ്പോഴത്തേക്കും ഈ ടാങ്ക് നിറയും. ഇത് ടാങ്കാണ്. ചേട്ടൻ ഇപ്പൊ നിക്കണത് ടാങ്കിന്റെ മുകളിൽ സ്ലാവിട്ട് ടാങ്കമ്മയാണ് ഇപ്പൊ ഞാൻ നിക്കണത്, ടാങ്കിന്റെ മുകളില്. അപ്പൊ ഇത് കുഴി താത്തിയിട്ട് കരിങ്കല്ലിന് കെട്ടിയിട്ട് ആണ് ടാങ്ക് ഉണ്ടാക്കിയാണ്. അതൊരു മാസം 1.5 മാസം എത്തുമ്പോഴത്തേക്ക് ടാങ്ക് നിറയും. ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോ ഇതിനകത്ത് മോട്ടർ വെച്ച് അടിച്ച് വണ്ടിയിൽ ടാങ്ക് കയറ്റി ടാങ്കിൽ കൊണ്ടുപോയി കൃഷി സ്ഥലത്ത് ഒഴിക്കും. അപ്പൊ അത് നമുക്ക് നല്ല വളമാണ്. ഇപ്പൊ ഇതിന്റെ മൂത്രം ചാണകനും ഇതൊന്നും പുറത്തു പോകുന്നത്. ഇപ്പൊ പുല്ല് അത്ര മൂത്ത പുല്ലാണെങ്കിലാണ് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ പുല്ല് ഇപ്പൊ ഇല്ല, പുല്ലൊക്കെ കേടുവന്ന കാരണം കൊണ്ട് അത് കളഞ്ഞ് കാരണം കൊണ്ട് ഇപ്പൊ രണ്ടാമതിപ്പോ ഉഴുത് നടാൻ പാണ്. പിന്നെ വയ്ക്കുവലാണെങ്കിൽ മുകളിലാണ് ഇരിക്കണത് ഇവിടെ. അത് പിന്നെ ചേട്ടന്റെ ആളുകൾ തന്നെ അവര് തരുന്ന. അതിന്റെ മേളില് അത്യാവശ്യം വൈക്കോലും അവിടെ ഉണ്ട്. വൈക്കോല് ഇതിനകത്ത് ഇത് ഫുള്ള് വൈക്കോലാണ് അടുത്ത് തീരാറ്. ചാണകനാണെങ്കിൽ അപ്പുറത്ത് ടാങ്ക് ഉണ്ട്. ചാണകം നമ്മളിപ്പോ ഈ പശു ഇവിടെ വളർത്തുന്ന നമുക്കാക്കിയിട്ട് പരിസരവാസികൾക്കോ അയൽവാസികൾക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അതായത് ചേട്ടൻ പറഞ്ഞു വന്നത് ഏറ്റവും കുറഞ്ഞൊരു സ്ഥലത്താണെങ്കിൽ പോലും വീടും എല്ലാം ഉള്ളിടത്താണെങ്കിൽ പോലും ഈ 12 സെന്റ് സ്ഥലത്താണ് ഞാൻ പരിപാടി ഇത് ചെയ്യുന്നത്. 7-8 പശുവിന് നിർത്താവുന്ന സംഭവങ്ങളെല്ലാം ചെയ്ത് അല്ലെ അത്യാവശ്യം മുന്നോട്ട് അപ്പുറത്തെ ബാക്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ചാണകക്കുഴി ഉണ്ട്. വീടിന്റെ ബാക്കിനോട് ചേർന്ന് തന്നെ അല്ലെ? ഈ തൊഴുത്തിന്റെ ബാക്കിൽ തന്നെ ഈ കാണുന്ന തൊഴുത്തിന്റെ ബാക്കിലാണ് ചാണകക്കുഴി. ഈ ചാണകക്കുഴിയില് ഈ ചാണകം ഇവിടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനോ പുറത്ത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാകുമ്പോ പെട്ടെന്ന് ഈ തൊഴുത്തിന് എടുത്തിടുകയും ചെയ്യാം. പിന്നെ ഇത് ലോഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ വണ്ടി നിർത്തി ലോഡ് കയറ്റും. ഈ സൈഡിൽ വണ്ടി നിർത്തി അതാകുമ്പോ ഇനി പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അടിക്കാം. വണ്ടി റോട്ടിൽ നിർത്താം, റോട്ടിലേക്ക് നേരെ ഷവലിന് കുത്തി അടിക്കാം. ഷവലിന് കുത്തിയിടാം.